നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നലെ പൈതൽമലയിലുണ്ടായ അപകടത്തിൽ ഇടിമിന്നലേറ്റ് മരിച്ച അഞ്ജുവിൻ്റെ മൃതദേഹം കൊല്ലാടയിലെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അഞ്ജുവിനെ ഒരു നോക്ക് കാണാനായി കൊല്ലാട വീട്ടിൽ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അങ്ങനെ ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള വലിയൊരു നീണ്ട നിര തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ സോനു സെബാസ്റ്റ്യൻ്റെ വീടായ കൊല്ലാടിൽ എത്തിയിരിക്കുന്നു. സോനു സെബാസ്റ്റ്യൻ്റെ ഭാര്യയാണ് അഞ്ജു. പുളിങ്ങോം വില്ലേജ് ഓഫീസർ ജീവനക്കാരിയാണ്. ഇന്നലെ ഇരുവരും തമ്മിൽ നടത്തിയൊരു യാത്രയിലാണ് പൈതൽമലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അഞ്ജുവിന് മിന്നലേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. തുടർന്ന് ഇന്ന് രാവിലെ പെരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടി തന്നെ പയ്യന്നൂരിലെ താലൂക്ക് ഓഫീസ് പരിസരത്ത് പൊതുദർശനത്തിന് എത്തിച്ചിരുന്നു. ഒപ്പം അവിടെയും ജില്ലാ കളക്ടർ എത്തിയിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് വിലാപയാത്രയായി ഈ കൊല്ലാടയിലെ വീട്ടിലെത്തിച്ചത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് കൊല്ലാടയിലെ സോനു സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ മൃതദേഹം എത്തിച്ചത്. അവിടെ ജില്ലാ കളക്ടർ, അതുപോലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ പനക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയി, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചെറുപുഴ ഫറോന വികാരി ഫിലിപ്പ് ഇരിപ്പക്കാട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തിച്ച് അഞ്ജുവിനെ ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം എത്തിയിരുന്നു. ഇന്ന് വൈകുന്നേരം 6 മണി വരെ ഈ സോനു സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ പൊതുദർശനം വയ്ക്കും. തുടർന്ന് വൈകുന്നേരം 6 മണിയോടെ സ്വന്തം നാളെ കോളയാടിലേക്ക് മൃതദേഹം എത്തിക്കും. അതിന് ശേഷം നാളെ രാവിലെയാണ് കോളയാട് 10 മണിക്ക് സംസ്കാരം നടക്കുന്നത്. അഞ്ജുവിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ നാടിൻ്റെ സാമൂഹിക ചെറുപുഴ പട്ടണത്തിലും അതുപോലെ പുളിങ്ങോം ദേശത്തും അങ്ങനെ ഈ അഞ്ജു പ്രവർത്തിച്ച മേഖലയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തി ഒരു നോക്ക് കാണാനെത്തിയ നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൊല്ലാടയിലെ വീട്ടിൽ നിന്ന് കാണാൻ സാധിക്കും. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു.
ജീവൻ നൽകി നമോന്നതമാ കൃപയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ ഗ്രഹിക്കുവാമേ തെളിവായ എന്നുടെ നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണകളെയും ദയാവെയും നിന്റെ പാപങ്ങളുമായി ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ പ്രിയപ്പെട്ട അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധമായ സർവ്വേശ്വരനായ നീ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും ശക്തിപ്പെടാനും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീ. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമം ഉന്നതനാം വിശിഹാനാഥ. ഹൃദയല്ലാരും എന്നിവിളങ്ങും വദനമടുണരാം വരമരുടേണം. ഉന്നതനൃപനാം വിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നതനൃപനാം വിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുടേണം. അന്ത്യവേളാത്തോരവികലബോധം നുകരാന്തരെ മഹിമാവുടുതും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനൃപനാം വിശിഹാനാഥ, വദനമൊടുണരാൻ വരമരുടേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ക്ഷമിക്കണമേ. കർത്താവേ, നീ പാവങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അറിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ ഗ്രഹിക്കുവാമേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദങ്ങളാൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശബ്ദം ധന്യമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മനുഷ്യരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാന പ്രതീക്ഷയോടെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൂതന്മാരടങ്ങപ്പെട്ടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മനുഷ്യർ അക്ഷയരായ കപടം നോക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ലോകാലോകത്തിന് സിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും
നിന്റെ കൃപയും അനുഗ്രഹവും നിനക്ക് ആവശ്യമാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടെ ആവരുതേ. മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടെ ആവരുതേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും. നീ എന്നെ തൃക്കൺ പാർത്ത് എന്റെ ആത്മാവിനെ നീ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടെ ആവരുതേ. മനുഷ്യരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ പ്രീതത്തിനായ യുദ്ധം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നിന്നിൽ നിന്ന് ഞാൻ വിടുന്നു. എവിടെയൊളിക്കും കർത്താവേ, നിൻ സന്നിധിയിൽ എന്നോടും നിങ്ങൾ. ആകാശം നീ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോനേ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ എന്നെ അറിയുന്നു. പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവു ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥാ, നിന്നുടെ മാംസനിലങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചവനെ നീ കൈകൾ വെച്ചു. ആത്മീയതയുടെ ജന്മം നൽകി. മർത്യനു നിങ്ങളുടെ രൂപമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം കൊണ്ടു നശിപ്പിക്കല്ലേ. വശിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും. പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ. കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു.
കർത്താവേ നിൻ ദിവ്യനിണത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ബ്രിങ്ങോ ഓഫീസിലെ അസിസ്റ്റന്റാണ് ഈ ദാരുണമായ മരണം അഞ്ചുവിനെ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. ജീവനാഥനായ സർവീശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ആത്മാവിനെ വിശുദ്ധത്തെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സഭയോടെ നയിക്കുവാനായി വാനമേഘമേ അവതരണമ്പോൾ കണ്ടു കണ്ടിട്ടില്ലാത്തതിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരും കിടക്കുമ്പോ ൂഴിയങ്ങനെ നിൽക്കുന്നു നാം. കരയെത്തുമ്പോൾ കരവില്ലാത്തോ കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമോഹനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മധ്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദനത്തിക്കിരയാണ് പെട്ടെന്ന് നിലച്ചു കഴിഞ്ഞു. കർത്താവിനെ കൽപ്പനയാലെ അന്തിമയാത്ര ദിവസത്തിൽ വിളി കേൾക്കുമ്പോൾ സന്നിധിയായണം. സത്യമുള്ളവരും യോനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോട് ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാം ഉലകിന്നാർ തോന്നിയമുക്കും നൽകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അന്ത്യവിധിക്കായണയും നേരം ധനിവോട് ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനടച്ചരുളേണം. നിത്യമഹോന്നതമന്ത്രമോടെ കുരിശുയർത്തിയുയർന്നു വരുമ്പോൾ ന്യായാധികനാം ശിവാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ ോരം പകരണമേ ഞങ്ങൾക്കെല്ലാം. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയോടെ നല്ല വരുത്തുവരേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുയരം നൽകുന്നു. ആകാശവും സാവതമല്ലോ കർത്താവേ, അവരാന്റെ കീർത്തനങ്ങൾ പാടും. മൃതനാന്തരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. ശരീരവും പതിപോടി അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മോഹനതമാം ഹൃദയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ തെളിവായ എന്നുടെ നാഥാദിൻ തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളുടെ ജീവിതകാലം ആത്മാവിന് വ്യത്യാസീനിയാകുന്നു. ജീവനെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നതരെല്ലാരും വിടങ്ങും മദനോണരാം വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരവരുളേണം. വിജയപ്രവയിൽ വില്ലതമെന്നും പൊങ്ങിമുഴ
നാമം പൂജിതമല്ലോ. ഉന്നത